ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോവർദ്ധന യാഗത്തെ കുറിച്ചാണ് നമ്മളിപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗവതം എന്നുള്ള ഒരു ശാസ്ത്രം, ഭാഗവതത്തെ നമ്മൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റ് യാതൊരുവിധ ശാസ്ത്രത്തിന്റെയും പുറകെ നമുക്ക് പോകേണ്ടി വരില്ല. എല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുകയാണ്. പ്രകൃതിയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ജിയോഗ്രഫിയും ഹിസ്റ്ററിയും എല്ലാം. ദശമസ്കന്ധം എന്നുള്ളത് നിരോധം എന്നുള്ള ഒരു ലക്ഷണം. ചിത്തവൃത്തി നിരോധ, യോഗചിത്തവൃത്തി നിരോധ. നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയൊക്കെ കണ്ണൻ തന്നെ വന്ന് മാറ്റി കളയുന്ന ഒരു സംഭവം. എങ്ങനെ മാറ്റുന്നു? നമുക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ, കഥകളിലൂടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ മറ്റ് ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സത്യസ്വരൂപനായിട്ടുള്ള ആ കണ്ണനോട് ചേർന്ന് നിർത്തുന്ന ഒരു മാജിക്ക്, മായാ മാണവകോഹരി. ഈ ഒരു മായാവേഷം ഭഗവാൻ കൃഷ്ണനായിട്ട്, ആ പരബ്രഹ്മം കൃഷ്ണനായിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ വന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതിയാണ് ദശമസ്കന്ധം തുടക്കം മുതൽ അവസാനം വരെ. അത് ഇതിന് തന്നെ 3 തരത്തിലുള്ള ലീലകളെന്ന് വേണേൽ പറയാം. താമസ ഗുണത്തോട് കൂടിയിട്ടുള്ള ലീലകള്, രാജസ ഗുണത്തോട് കൂടിയിട്ടുള്ള ലീലകള്, പിന്നീട് സാത്വിക ഗുണത്തോട് കൂടിയിട്ടുള്ള ലീലകൾ എന്ന് പറയാം. താമസ ഗുണത്തോട് കൂടിയിട്ടുള്ള ലീലകൾ എന്ന് പറയുമ്പോൾ ആദ്യ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാല് എന്താണ്? മുഴുവൻ വധം 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 വധം, അഘാസുരവധം, ഭഗവധം, വധം വധം വധം, ഇതൊക്കെയാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന് പറയാൻ പറ്റുമോ ഭഗവാന്റെ കൈകളിൽ നിന്ന്? എന്തായാലും അവർക്ക് കൊടുക്കുന്ന മോക്ഷങ്ങള്. അങ്ങനെ കുറച്ച് അസുരന്മാരെ പരിചയപ്പെടുത്തി വരുന്നത് താമസ ഗുണപ്രധാനമായിട്ടുള്ളത്. പിന്നീട് രാജസ ഗുണപ്രധാനമായി. എന്താണ്? നേരെ അതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടന്നു. വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം തനി മനുഷ്യന്റെ രീതി അല്ലെ. മനുഷ്യൻ എന്ന് പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും കൂടെ കൂടിയതാണ്. അപ്പൊ ഈ വിവാഹത്തിന്റെ രുക്മിണീ സ്വയംവരം തുടങ്ങിയതായിട്ടുള്ള ഭാഗങ്ങളിലൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് രാജസ ഗുണത്തോട് കൂടിയിട്ടുള്ള കഥകളായി. പിന്നീടോ അതിൽ നിന്നും പിന്നീട് ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ്, സാത്വിക ഗുണത്തിലേക്ക് പോയി. എവിടെയാണ് സാത്വിക ഗുണത്തിലേക്ക് പോകുന്നത്? പിന്നീട് 80ാമത്തെ അധ്യായം അല്ലെ, സുധാമാ ചരിത്രം മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് മനസ്സിന്റെ, അപ്പം ഈ മനസ്സിന്റെ നിരോധത്തെ, മനസ്സിന്റെ ആ നിയന്ത്രണങ്ങളെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്നും സാത്വിക ഗുണത്തിലേക്കും, സാത്വിക ഗുണത്തിൽ നിന്നും ഏകാദശം 31 അധ്യായത്തിലൂടെ നിർഗുണ ഭക്തിയിലേക്കും കൊണ്ടുപോകുന്ന ഒരു വ്യാസന്റെ ആ ഒരു രചനയ്ക്ക് എന്താ പറയുക, എത്ര ഭംഗിയായിട്ട്. ഇതാണ് യഥാർത്ഥത്തില് ഈ നിരോധം എന്ന ഇതിന് ലക്ഷണം കൊടുക്കാൻ തന്നെ കാരണം അതാണ്. നമ്മളൊക്കെ ഇന്ന് ഈ ഒരു 3 ഗുണങ്ങളോട് കൂടിയതാണ്. നമ്മളെ ഈ ഗുണങ്ങളിൽ നിന്നും ഉയർത്തി 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 കൊണ്ടുവരികയാണ് ശരിക്കും യഥാർത്ഥത്തില്. ഇവിടെ നമ്മളിപ്പോ 25ാമത്തെ അധ്യായം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നന്ദഗോപര് അല്ലെ, ആ കണ്ണന്റെ കഥകള്, കണ്ണൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകളെയൊക്കെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 6 വയസ്സ് പ്രായം 6-7 വയസ്സ് പ്രായത്തിലാണ് കണ്ണൻ ഈ ഗോവർദ്ധനയാഗം ചെയ്യുന്നത്. ആ 6-7 വയസ്സ് പ്രായത്തിലുള്ള കണ്ണൻ പറയുന്നതായിട്ടുള്ള വാക്കുകളെ സത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ, നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു നാട് മുഴുവൻ അത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അവിടെയാണ് ജ്ഞാനികൾക്ക് പ്രായം ഭേദമല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ആ കണ്ണന്റെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ ഗോവർദ്ധനം എന്നുള്ള പർവ്വതത്തെ പൂജിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പറഞ്ഞു പർവ്വതം എന്നുള്ളത് അത് സ്ഥാവര വസ്തുവല്ല, പിന്നെന്താണ്? ചലിക്കുന്നതായിട്ടുള്ള വസ്തു ആയിരുന്നു.
പണ്ട് ദേവേന്ദ്രൻ അതിന്റെ പക്ഷങ്ങളൊക്കെ ചിറകുകളൊക്കെ മുറിച്ചു കളഞ്ഞതിന്റെ പേരിലാണ് പിന്നീട് അത് ഈ ഒരു രീതിയിൽ പർവ്വതങ്ങള് ഒക്കെ, പണ്ട് പർവ്വതങ്ങൾ പറന്നു പോകുമായിരുന്നു എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ ജീവൻ, അല്ലെങ്കിൽ ചരവും അചരവും എന്ന് പറയുന്നത് പോലെ അവിടെ ചരിക്കുന്നതായിട്ടുള്ള ആ പർവ്വതമായിക്കൊണ്ട് തന്നെ ഭഗവാൻ ഒരു രൂപമെടുത്തതായിട്ടുള്ള ഗോവർദ്ധനം, ആ ഗോവർദ്ധനത്തെ പൂജിച്ചു. ഗോവർദ്ധനത്തെ പൂജിച്ചു എന്ന് മാത്രമാണോ, ആ ഗോവർദ്ധനം ആ വേണ്ട നൈവേദ്യങ്ങളൊക്കെ എല്ലാവരുടെയും ഗോചരമായിക്കൊണ്ട് അതിനെ സ്വീകരിച്ചതായിട്ടുള്ള രംഗങ്ങള് ഒക്കെ കണ്ടു. എല്ലാവർക്കും അത്ഭുതമായി. ശരിക്കും ഇത്രയും കാലം അല്ലേ ആ പാറ പോലെ കിടക്കുന്ന എന്താ പറയാ പർവ്വതത്തിന്റെ മുകളിൽ ചവിട്ടി നടന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്നും ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളത് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ. ഇനി നമുക്ക് നവമസ്കന്ധത്തില്, ഇനിയല്ല കഴിഞ്ഞ നവമസ്കന്ധത്തില് സുകന്യയുടെ കഥ നമുക്ക് കണ്ടാ അറിയാം അല്ലെ. ചെതൽപുറ്റിൽ ചെന്ന് ഒരു മുള്ളുകൊണ്ട് കുത്തിയപ്പോഴേക്കും അതിൽ നിന്നും ചോര പൊടിഞ്ഞു എന്ന് കണ്ടതുപോലെ തന്നെ നമുക്കറിയില്ല ഇവിടെയുള്ള ചരമായിട്ടുള്ള വസ്തുക്കളും അചരമായിട്ടുള്ള വസ്തുക്കളും എല്ലാറ്റിലും ഈശ്വര ചൈതന്യം ഉണ്ട് എങ്കിൽ എല്ലാത്തിനെയും ജീവനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ നമുക്ക് ചിലതൊന്നും ജീവനില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നലും കൂടി അവിടെയുള്ള എല്ലാവരെയും, ഇന്ന് പർവ്വതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കണം, പർവ്വതങ്ങളോട് നമ്മൾ സംസാരിക്കണം അല്ലേ. യഥാർത്ഥമായിട്ടുള്ള ആ മനസ്സിന്റെ, ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിന്റെ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗോപികമാര് അവര് വൃക്ഷങ്ങളോട് സംസാരിക്കുന്നു, അവര് ഭൂമിയോട് സംസാരിക്കുന്നു അല്ലെ. നമുക്കൊക്കെ ഭൂമിയെ ചവിട്ടിക്കൊണ്ട് നടക്കാനേ നമുക്കറിയുള്ളൂ. എന്നാ ഭൂമി ദേവിയായിട്ട് കണ്ട് അമ്മയോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയോ ഇല്ല. ഇതൊക്കെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തില് ഇതിലൂടെ. അപ്പം ആ ഗോവർദ്ധന പൂജയൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി ആ പർവ്വതത്തിനും പശുക്കൾക്കും അതുപോലെ തന്നെ ബ്രാഹ്മണർക്കും ഒക്കെ വേണ്ട വിധം കർമ്മങ്ങളൊക്കെ, യജ്ഞങ്ങളൊക്കെ നടത്തി എല്ലാവരും ആ ഭഗവാനോടുകൂടി ഗോകുലത്തിലേക്ക് മടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു കഥാഭാഗം അവിടെ നിർത്തിയത്. പിന്നീട് ഈ ഒരു വിവരം ഇന്ദ്രൻ അറിഞ്ഞിട്ട് ഇന്ദ്രസ്തദാത്മന പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ചുകോപസ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, നന്ദഗോപര് മുതലായ ഗോപന്മാര് ഒക്കെ ഭഗവാന്റെ നേതൃത്വത്തില് ഭഗവാന്റെ വാക്കുകൾക്ക് വിധേയരായിക്കൊണ്ട് ഈ യജ്ഞം വേണ്ട രീതിയിൽ നടത്തി എങ്കിൽ പോലും അവിടെ ഒരു കാര്യം ദോഷമായിട്ട് സംഭവിച്ചു. എന്താണ് ദോഷമായിട്ട് സംഭവിച്ചത്? ഇന്ദ്രനെ നടത്തുവാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചതായിട്ടുള്ള യജ്ഞം മുടക്കി എന്ന് വേണം പറയാം. അപ്പം ആ യജ്ഞം മുടക്കിയപ്പോൾ തന്നെ ദേവേന്ദ്രന് ദേഷ്യമുണ്ടായി, ദേവേന്ദ്രന് കോപാകുലനായി ദേവേന്ദ്രൻ. അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അവിടുന്ന് പ്രളയത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ഘോര മഴ അവിടെ ചെയ്യാൻ തയ്യാറായി എന്ന് പറയാം. സാംവർത്തകം എന്നാണ് അതിന് പേര്. ഈ പ്രളയത്തിന്റെ പേര് സാംവർത്തകം എന്ന് പേരായിട്ടുള്ള ഒരു പ്രളയം തന്നെ അവിടുന്ന് ഉണ്ടായി. ഇത് മേഘങ്ങളുടെ സംഘത്തെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരോട് മേഘങ്ങളോടായിട്ട് പറഞ്ഞു, ഈ കാട്ടില് താമസം ഉറപ്പിച്ചതായിട്ടുള്ള ഈ ഇടയന്മാരെ, അല്ലെങ്കിൽ ഈ ഗോപന്മാരുടെ ഒക്കെ ധിക്കാരം കുറെ കൂടി പോകുന്നു. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഐശ്വര്യം വന്നു കയറുന്നത് കൊണ്ട് അല്ലെ. സമ്പത്ത് ഉണ്ടെന്നുള്ള ഒരു ഗർവ് കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കേവലം ഒരു മനുഷ്യനായിട്ടുള്ള ആ കൃഷ്ണന്റെ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയുടെ ബാലനായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് കേട്ടുകൊണ്ട് ദേവേന്ദ്രനായിട്ടുള്ള നമ്മെ അവഹേളിച്ചത് ഒരു വലിയൊരു കടന്നുകൈയായി മാറി. അതുകൊണ്ട് ആധ്യാത്മിക വിദ്യയുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തതായിട്ടുള്ള ചില കർമ്മങ്ങൾ അവര് ചെയ്തു കൂട്ടുന്നു. അപ്പൊ അതിനെ എന്നിട്ട് എന്താ അവര് പറയുന്നത്? അതിനെയൊക്കെ യജ്ഞമെന്ന് അവര് പറഞ്ഞു. കൃഷ്ണം മർത്യമുപാശ്രിത്യ ചക്രുദേവഹേളനം യഥാദൃഢൈ കർമ്മമയൈ കൃതുഭിർനാമനൈ നൗനിഭൈഹി വിദ്യാമാന്വീക്ഷികീം. ആന്വീക്ഷികീം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വിദ്യ. അന്വീക്ഷികീം ഹിത്വാ
തിതീർഷന്തി ഭവാർണവം. അപ്പം അവര് ആധ്യാത്മിക വിദ്യ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് തന്നെയില്ല. വെറുതെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതൊക്കെ യജ്ഞമാണെന്ന് അവർ ധരിക്കുക. അതുകൊണ്ട് കർമ്മങ്ങളാകുന്ന ഈ വഞ്ചികളിലൂടെ സംസാര സാഗരം തരണം ചെയ്യണം എന്നാണ് അവരുടെ ഒക്കെ വ്യാമോഹം. ഏതായാലും അവർക്ക് അങ്ങനെ രീതിയിൽ ഈ സംസാരത്തിൽ നിന്നും കരകയറണമെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ള യജ്ഞമാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കയറാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ ഇങ്ങനൊരു മനുഷ്യനായിക്കൊണ്ട് ദേവന്മാരുടെ വാക്കുകളെ അവഹേളിച്ചുകൊണ്ട് ഒരു മനുഷ്യനായിട്ടുള്ള ബാലനെ, അത് കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്, കുഴപ്പമില്ല. ഇത് അതുമല്ല, കൃഷ്ണം മർത്യം അല്ലേ, മർത്യമുപാശ്രിത്യ ദേവഹേളനം, എന്നിട്ട് ദേവന്മാരെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു പാപം അവർക്കില്ല. ഇനിയോ വിഷ്ണുവിന്റെ ഒരു മനുഷ്യ അവതാരമാണ് യഥാർത്ഥത്തില് അല്ലെ കൃഷ്ണൻ. മർത്യാ മരണധർമ്മണ, മരണമുള്ളവനാണ് മർത്യൻ എന്നുള്ളത് വെച്ചാണ് അവിടെ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്തോ ഈ മർത്യനായിക്കൊണ്ട് അവതരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ ആചരിക്കണം. അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥത്തില് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും ഈ ദേവന്മാരുടെ അവസ്ഥയിൽ നിന്നും ഉയർന്നു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ശതായുർവൈ പുരുഷ എന്ന് പറയും. ഒരു പുരുഷ ആയുസ് എന്ന് പറഞ്ഞാൽ 100 സംവത്സരമാണ്. എന്നാൽ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എന്താ എത്രയാണ്? മന്വന്തരമാണ് ശരിക്കും. ദേവേന്ദ്രന്റെ ഒരു മന്വന്തര കാലത്തെ ആയുസ്സുണ്ട്. അപ്പം ഈ ഒരു കൊച്ചു കുഞ്ഞിന്റെ, ഒരു മനുഷ്യ ബാലന്റെ വാക്ക് അത് പ്രമാണമാക്കിക്കൊണ്ട് ഇയാളുടെ ഈ മരണശേഷം ഇത്തരം രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങള് അല്ലെ വീണ്ടും അടുത്ത തലമുറക്കാര് അത് ആചാരമാക്കിയേക്കാം. അപ്പൊ ഒരു അന്ധമായിട്ടുള്ള ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്ന ഈ ഒരു രീതി അങ്ങനെ വൈദിക ധർമ്മം മുഴുവൻ നശിക്കാനും ഇടയാകും എന്ന് അവിടെ ആ ദേവേന്ദ്രൻ സൂചിപ്പിക്കുന്നു. ഋഷീശ്വരന്മാര് യജ്ഞങ്ങൾക്ക് ചില പ്രമാണങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ട് അവിടെ. ആ വിധിയെയൊക്കെ നിഷേധമാക്കിക്കൊണ്ട്, വിധികളെയൊക്കെ മറികടന്നുകൊണ്ട്, അവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വെറും മനുഷ്യക്കുട്ടിയുടെ നിർദ്ദേശം അനുസരിക്കുന്നത് അങ്ങേയറ്റത്തെ ഒരു ധിക്കാരമാണ് ഇവിടെ ദേവേന്ദ്രൻ കാണിച്ചത് എന്നർത്ഥം. എന്തായാലും ഇദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമാണ് എങ്കിൽ ദേവേന്ദ്രനെ അവഹേളിക്കുകയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ അവിടെ ഒരു സൂചനയും കൂടെ ദേവേന്ദ്രൻ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവതാരമൊന്നുമല്ല, ഒരു ഇടയ ബാലൻ മാത്രമാണ് ഇത്. ഇങ്ങനെ പല അർത്ഥങ്ങളിലൂടെ വ്യാഖ്യാതാക്കന്മാര് ആ ഇന്ദ്രന്റെ വാക്കുകളെ അവിടുന്ന് പറയുന്നു. ഇനി വാചാലം ബാലിശം സ്തബ്ധമജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇത് 2 രീതിയിൽ പറയുന്നത്. ഭഗവാനെ കുറിച്ച് പറയാണ്. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം, അതായത് വാക്സാമർഥ്യമുള്ളവനും ബാലിശം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിത്തം പോലും മാറിയിട്ടില്ലേ? കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അതിനോട് ചേർന്ന് നിൽക്കുക വേണ്ട അല്ലെ? സ്തബ്ധം എന്ന് പറഞ്ഞാൽ അഹങ്കാരി. അജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവേകി. പണ്ഡിതമാനിനം, പണ്ഡിതനാണെന്ന് മാനിച്ചു നടക്കുക, ജ്ഞാനിയാണെന്ന് അഭിമാനിക്കുന്നവനും. പിന്നെയോ കൃഷ്ണം മർത്യമുപാശ്രിത്യ, മർത്യം കൃഷ്ണം ഉപാശ്രിത്യ, ഇങ്ങനെ മനുഷ്യ രൂപമായിട്ടുള്ള ആ കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് ഗോപാമേ ചക്രുരപ്രിയം, ആ ഗോപന്മാര് മേ അല്ലെ ചക്രുരപ്രിയം, എനിക്ക് അഹിതമായിട്ടുള്ള രീതിയിൽ അവര് യജ്ഞങ്ങളൊക്കെ എനിക്ക് വേണ്ടത്, എനിക്ക് അഹിതമായിക്കൊണ്ട് ആ യജ്ഞങ്ങൾ അവര് ചെയ്തു കൂട്ടുന്നു. എന്തായാലും
ഈ മേഘങ്ങളോട് പറയുകയാണ് ദേവേന്ദ്രൻ, കൃഷ്ണൻ കുട്ടികളി മാറാത്തവനാണ്, അവന് എന്താണ് അന്യരെ വ്യാമോഹിപ്പിക്കുവാൻ തക്ക രീതിയിലൊക്കെ നല്ല വാക്സാമർഥ്യമുണ്ട്, വലിയ അറിവുണ്ടെന്നുള്ളൊരു നടനം നടിക്കുക മാത്രമേ ഉള്ളൂ. അഹങ്കാരവും ഗർവും, അങ്ങനെ ഒരു വെറും മനുഷ്യനായിട്ടുള്ള ആ ഇടയച്ചക്കന്റെ വാക്ക് കേട്ടുകൊണ്ട് അതിൽ ഭ്രമിച്ചതായിട്ടുള്ള ഗോപന്മാര് നമുക്കിതാ ഇപ്പോ അപ്രിയമായിട്ടുള്ളത് ചെയ്തു. കുറച്ച് സമ്പത്ത് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ഐശ്വര്യം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ബന്ധുബലം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, സൗഹൃദങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അഹങ്കാരം കൂടി. അങ്ങനെ കൃഷ്ണൻ അതിനെയെല്ലാം പോഷിപ്പിച്ചുകൊണ്ട്, അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ ഗോപന്മാരുടെ ഈ ഒരു ഐശ്വര്യ മതം അത് ഒന്ന് മാറ്റിയേ തീരുവുള്ളൂ. അവിടുന്ന് എന്താണ് അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത്? അവരുടെ സമ്പത്ത് എന്താണ് ശരിക്ക്? അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പശുക്കളാണ്, ഗോക്കളാണ്. അതുകൊണ്ട് ആ ഗോക്കള് അവയെ ഇല്ലാണ്ടാക്കുക തന്നെ വേണം. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ഐശ്വര്യത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഈ ഗോക്കളാണ്. അതുകൊണ്ടാണ് അവര് ഗോക്കളെ പൂജിക്കുന്നത്, കണ്ടില്ലേ? അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഐരാവതം എന്നുള്ള ആനപ്പുറത്ത് കയറിക്കൊണ്ട് വ്രജത്തിലേക്ക് പുറപ്പെടുക. അഹം ച ഐരാവതം നാഗം ആരുഹ്യാനുവ്രജേ വ്രജം മരുദ്ഗണൈർ മഹാവീര്യൈർ നന്ദഗോഷ്ഠജിഘാംസയാം. ഐരാവതം എന്നുള്ള ആനപ്പുറത്ത് വ്രജത്തിലേക്ക് പുറപ്പെടുന്നു. കൂടെ എന്തൊക്കെ വേണം? കൊടുങ്കാറ്റടിക്കുന്നതായിട്ടുള്ള മരുത്ത് ഗണങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ ഗോകുലം കൊടുങ്കാറ്റുകൊണ്ടും പേമാരി കൊണ്ടും അത് നാമാവിശേഷമായിക്കൊണ്ട് തീരുന്നത് എനിക്ക് കാണണം എന്ന് മേഘങ്ങളോടായിട്ട് ആജ്ഞാപിച്ചു ദേവേന്ദ്രൻ. അപ്പൊ ഇവിടെ ശരിക്ക് ഈ നേരത്തെ പറഞ്ഞതായിട്ടുള്ള വാചാലം സഗ്ധമജ്ഞം എന്നുള്ളത് ശ്രീധരീയത്തിലെ ശ്രീധരാചാര്യർ അത് സ്തുതിയായിട്ട് എടുത്തിരിക്കുന്നു, അല്ലേ? ഭക്തന്മാർക്കൊക്കെ മഹത്തുക്കളെ, ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തില്? ദേവേന്ദ്രൻ ദേവന്മാരുടെ ദേവശ്രേഷ്ഠന്മാരാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ സാത്വിക ഗുണത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അവരുടെ വാക്കുകളൊക്കെ എന്നും അത് സ്തുതിയാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് എന്തായി? അതുകൊണ്ട് ശ്രീധരാചാര്യർ അതിനെ എന്താണ്, ആ വാക്കുകളെയൊക്കെ ഇവിടെ പറയുന്നു. വാചാലം ബാലിശം സ്തബ്ധം. വാചാലം എന്നാരംഭിക്കുന്നതായിട്ടുള്ള ആ ശ്ലോകം മുതല് സ്തുതിപരമായിട്ടുള്ള ഒരു അർത്ഥം തന്നെ വ്യാഖ്യാനത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്നു ബാലിശൻ എന്നുള്ളത് ഒരു ബാലനെ പോലെ നിഷ്കളങ്കനായിക്കൊണ്ട്. ആലോചിച്ച് നോക്കൂ, ബാലിശം എന്നുള്ളത് ഒരു ബാലനെ പോലെ നിഷ്കളങ്കനായിക്കൊണ്ട്, ശുദ്ധവിചാരമുള്ളവനായിക്കൊണ്ട്, സ്തബ്ധനായിക്കൊണ്ട്. സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? സ്തബ്ധൻ എന്ന് പറഞ്ഞാല് സ്തബ്ധിച്ച് നിൽക്കുക നമ്മൾ പറയാറുണ്ട്, അല്ലെ? ചൽ എന്താ പറയാ, ഈ പെട്ടെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അവര് വന്ധ്യനായിട്ട് മറ്റാരും ഇല്ലായകയാൽ ആ എന്താണ് പാദങ്ങൾ വീണ് നമസ്കരിക്കുന്ന ഒരു അവസ്ഥ, എന്നുവെച്ചാൽ തന്നെക്കായാലും ഉയർന്നതായിട്ടുള്ള ഒരു അവസ്ഥ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവകപ്പാട് സ്തബ്ധമായിട്ട് നിന്നു എന്ന് പറയല്ലേ? ആ ഒരു ബഹുമാനത്തോടു കൂടി, അതാണ് സ്തബ്ധം എന്നുള്ളത്. പിന്നെ അജ്ഞൻ എന്നുള്ളൊരു വാക്കിന് സർവജ്ഞൻ എന്നൊരു വാക്കുണ്ട്. നാസ്തിജ്ഞോ യസ്മാത്തം എന്നുള്ള രീതിയിൽ ബഹുവ്രീഹി സമാസത്തിലൂടെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് സർവജ്ഞൻ എന്നൊരു അർത്ഥമുണ്ട് അജ്ഞൻ എന്നുള്ളതിന്. പിന്നെയോ പണ്ഡിതമാനിന. പണ്ഡിതമാനി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർക്കും മാന്യനായിട്ടുള്ള ആള്. അപ്പം എത്ര കണ്ട് ഭക്തന്മാരുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീധരവാര്യർ അതിനെ സ്തുതിയായിട്ട് മാറ്റി എന്ന് പറയാണ്. പണ്ഡിതമാനിന എന്ന് പറഞ്ഞാൽ പണ്ഡിതനായിട്ട് നടിച്ചു എന്നുള്ളതല്ല, പണ്ഡിതന്മാർക്കും മാന്യനായിക്കൊണ്ട് എന്നുള്ളതാണ് ആ ഒരു രീതിയില്. പിന്നെ മർത്യൻ എന്നുള്ളത് എന്താണ്? മർത്യാവതാരം സ്വീകരിച്ചവൻ എന്നുള്ള അർത്ഥം. അപ്പം ഈ ഒരു രീതിയില് അത് സ്തുതി ആയിക്കൊണ്ടും, ആ ഇന്ദ്രന്റെ സ്തുതി ആയിക്കൊണ്ടും ഭക്തന്മാർ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും അതിനുശേഷം ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, ദേവേന്ദ്രൻ ഇപ്രകാരം ആ മേഘങ്ങളോട്
ഒക്കെ ആജ്ഞാപിച്ച് മേഘങ്ങളെയൊക്കെ അവിടുന്ന് തുറന്നു വിട്ടു. അവ എന്ത് ചെയ്തു? നേരെ ഗോകുലത്തിലേക്ക് ചെന്നു. അവിടെ ഗംഭീരമായിട്ടുള്ള മഴ, കോടമഴ എന്നൊക്കെ പറയല്ലേ. കോടമഴ എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? വിചാരിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന മഴ അല്ലെ. നമ്മൾ കോടമഞ്ഞ് എന്ന് പറയാറില്ലേ? യഥാർത്ഥ മഞ്ഞല്ല, കോടമഞ്ഞ് എന്ന് പറയും. എന്നുവെച്ചാൽ ആ ഋതുക്കൾക്കനുസരിച്ചല്ല അവിടുത്തെ എന്താണ് അന്തരീക്ഷത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞ പോലെ ഒരു കോടമഴ അവിടെ പെയ്തു തുടങ്ങി. എന്തായാലും നന്ദഗോകുലം ആ മഴയുടെ ശക്തി കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അവിടെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള മിന്നൽ പിണരുകള്, ദിക്കുകളെയൊക്കെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ഇടിമുഴക്കങ്ങള്, അത്യുഗ്രഹമായിട്ടുള്ള ഒരു കാറ്റ് വീശല്. അതെങ്ങനെയാണ്? ഇടിയോട് കൂടിയിട്ടുള്ള ഈ ഒരു കാറ്റ് വീശല്. ഇങ്ങനെ ഇതിന്റെയൊക്കെ അകമ്പടിയോടുകൂടി ആ മേഘങ്ങള് കട്ടകട്ടയായിക്കൊണ്ട് ആലിപ്പഴം ആൽപ്പഴം എന്ന് പറഞ്ഞാല് എന്താ പറയാ, മഞ്ഞിൻ കട്ടകള് അത് ഗോകുലത്തിലേക്ക് വന്ന് വീഴുന്ന രീതിയിൽ മഴയുടെ ആ ചൊരിച്ചിൽ നല്ല എന്താണ് തുമ്പിക്കൈ വണ്ണമുള്ള രീതിയിൽ വലുപ്പത്തില് മഴ പെയ്തുകൊണ്ട് അത് അങ്ങ് നിർത്താതെ അങ്ങോട്ട് ആരംഭിച്ചു എന്ന് പറയണ്ട. എല്ലായിടത്തും വെള്ളപ്പൊക്കം, വെള്ളം പൊങ്ങി, പ്രളയം, അല്ലെ, കുണ്ടും കുഴിയും ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ. ഗോകുലത്തിലെ വഴികൾ കാണുന്നില്ല. നമ്മളൊക്കെ കണ്ടതാണ്, നേരിട്ട് നമ്മൾ കണ്ടതാ ഇതൊക്കെ അല്ലെ. വയനാട്ടിലെ ആ ഒരു ഇത് അവർക്ക് അവരുടെ താമസിക്കുന്ന സ്ഥലം പോലും കാണാൻ സാധിക്കാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തില് ഗോകുലത്തിലും സംഭവിച്ചത്. അവിടെ അങ്ങനെ ഉഗ്രമായിട്ടുള്ള ആ മഴയും അതുപോലെ കൊടുങ്കാറ്റും ഒക്കെ കൊണ്ട് അവിടെയുള്ള ഗോക്കള്, പശുക്കള്, ഗോപന്മാര്, ഗോപികമാര് എല്ലാവരും തണുത്ത് വിറച്ച് നേരെ കൃഷ്ണന്റെ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. അവര് പറഞ്ഞു, പേമാരിയിൽ ക്ലേശിച്ചുകൊണ്ട് അവിടുന്ന് കരഞ്ഞു. അവിടുന്ന് തണുത്ത് വിറച്ച പശുക്കള് അവര് ആ തലയൊക്കെ ഇങ്ങനെ മൂടിക്കൊണ്ട്, കുട്ടികളെയും ശരീരം കൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് കൃഷ്ണന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥ ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്ന കുപിതാൽ ഭക്തവത്സല. ഹേ ഗുരുവായൂരപ്പ, കണ്ണ, അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മഹാഭാഗ, സൗഭാഗ്യവാനായിട്ടുള്ള പ്രഭോ, പ്രഭാവശാലിയായിട്ടുള്ള ഹേ കണ്ണ, ഭക്തവത്സല, ഭക്തന്മാരെ വാത്സല്യത്തോടുകൂടി സ്നേഹിക്കുന്ന കണ്ണ, തൊന്നാഥം, അങ്ങ് മാത്രം ആണ് ഞങ്ങൾക്ക് ഇന്ന് നാഥനായിക്കൊണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നാഥൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ, പരിരക്ഷിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ അങ്ങ് മാത്രമാണ്. തൊന്നാഥ നാഥം ഗോകുലം. ഈ ഗോകുലം എന്ന് പറയുന്നത് എന്താണ്? ഗോക്കളുടെ കുലം, അല്ലെ, പശുത്തൊഴുത്ത്, പശുക്കൂട്ടത്തെയും അതുപോലെ തന്നെ ഞങ്ങളെയും ആ ക്രോധം കൊണ്ട് ഇന്ന് ദേവന്മാരിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണേ. ത്രാതും അരുഹസി, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ശിലാവൃഷ നിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരി. അവിടെ പറയാണ്, കരിങ്കൽ കഷ്ണം പോലെയുള്ള മഞ്ഞിൻ, അല്ലെ, കട്ടയോട് കൂടിയിട്ടുള്ള ഈ ഘോരമായിട്ടുള്ള ഒരു മഴ കൊണ്ട് ഇന്ന് ഗോകുലം തകർന്ന് തരിപ്പണമായി. ഇന്ന് എല്ലാവരും തകർന്ന് മരവിച്ചിരിക്കുന്നത് ഒരു അവസ്ഥ. ഇത് കുപിതനായിട്ടുള്ള ഇന്ദ്രന്റെ വേലയാണെന്നുള്ളത് ഭഗവാൻ അത് മനസ്സിലാക്കി. എന്തായാലും ഇപ്രകാരം അവിടുന്ന് ഭഗവാൻ ചിന്തിച്ചു. എന്താണ്? ഇന്ദ്രന്റെ യജ്ഞം മുടക്കിയതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇന്ന് ഗോകുലം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിരിക്കുന്നത്. മഴ അതികഠിനം, കൊടുങ്കാറ്റാണെങ്കിൽ അതിലും ഘോരം, കൂട്ടത്തിലോ കരിങ്കൽ കഷ്ണം പോലെയുള്ള മഞ്ഞിൻ കട്ടകള് വീണ് ഓരോരുത്തരും അതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ യോഗശക്തിയെ കൊണ്ട് ഇതിന് ഉടനെ ഒരു പരിഹാരം. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ യോഗേശമാനിനാം മൗഢ്യാധരിഷ്യേ ശ്രീമദം തമാം. നമ്മുടെ പ്രഭാവത്താൽ അതിനുള്ള ഒരു പരിഹാരത്തെ വേണ്ടും വിധം അത് സാധിപ്പിക്കുന്നുണ്ട് എന്ന് ജനങ്ങളോടായിട്ട് ഭഗവാൻ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തോട്.
അതുകൊണ്ട് ഈ ലോകപാലന്മാര് അല്ലെ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, ഇവരൊക്കെ ഓരോരോ രീതിയിൽ വന്ന് ഭഗവാനെ ദിക്കുകളിലുള്ള ലോകപാലന്മാരൊക്കെ വരുന്നവരെയൊക്കെ വേണ്ട രീതിയിൽ അവിടുന്ന് ദേഷ്യപ്പെടുന്നത് എന്താണ് നിലയ്ക്ക് നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ധിക്കാരികളായിട്ട് തീർന്നിരിക്കുകയാണ്. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും അല്ലെ. ഇതിനു മുമ്പ് അഗ്നി, ഇതൊക്കെ ഓരോ ദിക്കുകളിലാണ്. ദേവേന്ദ്രൻ എവിടെയാണ്? ദേവേന്ദ്രൻ കിഴക്കാണ്. പിന്നെയോ കിഴക്ക് തെക്കേ മൂലയിലാണ് അഗ്നി, തെക്ക് യമൻ, പിന്നെയോ തെക്ക് പടിഞ്ഞാറേ മൂലയില് നിരൃതി, പടിഞ്ഞാറ് വശത്തെ വരുണൻ. ഇനി വരുണന്റെ അടുത്തുണ്ട് ഇതേപോലെ തന്നെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നന്ദഗോപര് വർണ്ണലോകത്ത് അല്ലെ, വർണ്ണന്റെ ഭൃത്യന്മാര് കൊണ്ടുപോകുന്ന സമയത്ത് വരുണനെ അവിടെ പാഠം പഠിപ്പിക്കുന്നു. അപ്പൊ ലോകപാലന്മാരെ മുഴുവൻ അടക്കി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി ഭഗവാൻ കാണുന്നു. അതേപോലെയാണ് ഇന്നിതാ കിഴക്ക് ദിക്ക് പരിപാലിക്കുന്നതായിട്ടുള്ള ദേവേന്ദ്രനെ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്തായാലും അവിടെ ആ സാത്വിക ഭാവം പൂണ്ടവരായിട്ടുള്ള ദേവന്മാർക്ക് തങ്ങളാണ് സർവേശ്വരൻ എന്ന ഒരു ദുരഭിമാനം ഒരിക്കലും ചേർന്നതല്ല. മനുഷ്യരെയും ഭൂമിയെയും ഇന്ന് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് തങ്ങളാണ് എന്നുള്ള ഒരു അഹങ്കാരം. അപ്പം എന്നിൽ നിന്ന് അവർക്കുണ്ടാകുന്നതായിട്ടുള്ള അഭിമാനക്ഷതം അവരുടെ ഗർവിന്റെ ശമനത്തിന് അവിടുന്ന് ഉപകരിക്കും. അതുകൊണ്ട് ഇന്ദ്രൻ ഒരു പാഠം പഠിപ്പിച്ച് എന്നെ ശരണം പ്രാപിച്ച് വരും. ഞാനാകുന്ന നാഥനോട് കൂടിയതും എന്റെ സംരക്ഷണത്തിലുള്ളതുമായിട്ടുള്ള ഈ ഗോകുലത്തെ യോഗശക്തി കൊണ്ട് ഈ ആപത്തിൽ നിന്നും സംരക്ഷിക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് ആ ഗോപന്മാരോടും ഗോപികമാരോടും പശുക്കളോടുമായിട്ടൊക്കെ എല്ലാവരോടും ഒരുപോലെ ഭഗവാൻ സമദർശനത്തോടുകൂടി അവിടെ പറയുകയാണ്. ഗോകുലത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്രതമാണത്, എൻ്റെ ഒരു കടമയാണത്. അവിടെ കൃഷ്ണൻ ഇപ്രകാരം അവിടുത്തെ ഉള്ളിൽ മനസ്സിൽ ഒരു അന്തർഗതമായിട്ട് അവിടെ ഒന്ന് സൂചിപ്പിച്ചു പറഞ്ഞു എന്ന് പറയാണ്. അതായത് അവിടെ പറയുന്നുണ്ട്, തസ്മാൽമച്ഛരണം ഗോഷ്ഠം മന്നാഥം മൽപരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത. അതെന്റെ ഒരു കടമയാണ് എന്ന് ആ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു. ഒരു ബാലൻ എങ്ങനെയാണോ അല്ലെ ഒരു ലാഘവത്തോടു കൂടി ഒരു കൂണ് പറിച്ചെടുക്കുന്നത് അല്ലെ, നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ കാണുന്ന കൂണ്, മഷ്റൂം, അതിനെയൊക്കെ എങ്ങനെയാണോ പറിച്ചെടുക്കുന്നത് അതുപോലെ ആ കൂണ് പറിച്ചെടുക്കുന്ന ലാഘവത്തോടു കൂടി ആ കുഞ്ഞു ബാലൻ, 7 വയസ്സുള്ള ബാലൻ ആ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കൈകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഗോപന്മാരോടായിട്ട് പറഞ്ഞോടെ എന്താണ് പറഞ്ഞത്? ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണ ഛത്രാകമിവ ബാലക. അപ്പം ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് ഏകഹസ്തേന ഒരു കൈകൊണ്ട്, ഛത്രാകം എന്ന് പറഞ്ഞാല് കൂണിനെയാണ് പറയാ. ഛത്രം എന്ന് പറഞ്ഞാൽ കൊട പോലെയുള്ള ഒരു സസ്യം, അതാണ് ഛത്രാകം. കൂണിന്റെ സംസ്കൃത വാക്കാണ് ഛത്രാകം. എന്തായാലും ഒരു കൂണ് എടുത്ത് പിടിക്കുന്നത് പോലെ ഒരു ലീല എന്നുള്ള രീതിയിൽ ഭഗവാൻ ആ പർവ്വതത്തെ പുഴക്കിയെടുത്തു പിടിച്ചു. അതാഹ ഭഗവാൻ ഗോപാൻ ഹേംബ താത വ്രജൗഗസ ധോപജോഷം വിശദാഗിരികർത്തം സഗോധന. ഹേ അംബ, അവിടുന്ന് പറഞ്ഞു. ഇനി ഓരോരുത്തരെയും ഗോപന്മാരോടും അച്ഛനമ്മമാരോടും ഒക്കെ പറഞ്ഞു, അമ്മേ യശോദ, അമ്മമാരെ അല്ലെ, രോഹിണി, യശോദ, അതുപോലെ നന്ദഗോപര്, ഗോപന്മാരെ, നിങ്ങളെല്ലാം യഥാസുഖം ഈ പർവ്വതത്തിന്റെ അടിയിലേക്ക് വന്നിരുന്നാലും അവിടെ ഒരു മഴയോ കാറ്റോ ഒരു മിന്നലോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുകയില്ല. ഈ ഗിരിഗർത്തം എന്നുള്ളത് പൊക്കിപ്പിടിച്ചതായിട്ടുള്ള ആ ഗിരിഗർത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിഭാഗം. അപ്പം ആ പർവ്വതത്തിന്റെ അടിഭാഗം, ഈ പർവ്വതം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. അതുകൊണ്ട് ഇതിനടിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാറ്റും വെയിലും ഒന്നും ഏൽക്കുകയില്ല, യാതൊന്നും നിങ്ങൾ ഭയപ്പെടരുത് എന്ന് അവരേതാ പറഞ്ഞു. എന്തായാലും ആ ഭഗവാൻ ഇപ്രകാരം അവിടുന്ന് ആശ്വസിപ്പിക്കപ്പെട്ട നന്ദഗോപര്
യശോദ, രോഹിണി, ഗോപന്മാര്, പശുക്കള് എല്ലാവരും, അതുപോലെ വണ്ടികള്, ഭൃത്യന്മാര് എല്ലാവരും ആ പർവ്വതത്തിനടിയിലേക്ക് ഒട്ടും ധൃതി കൂടാതെ അവിടെ വരിവരിയായിക്കൊണ്ട് സമാധാനത്തോടു കൂടി അവിടെ കടന്നു ചെന്നു. എന്തായാലും അവർക്കവിടെ വിശപ്പോ അല്ലെങ്കിൽ ദാഹമോ നിമിത്തമുള്ള ക്ലേശം ഒന്നും, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അനുഭവം അവിടെ ഭഗവാൻ അവർക്ക് കൊടുത്തില്ല. എല്ലാവരും ആ ഭഗവാന്റെ യോഗ വൈഭവം കൊണ്ട് എല്ലാവരും അങ്ങനെ അവിടെ നിന്നു. എത്ര ദിവസം നിന്നു? എത്രയാണോ ദിവസങ്ങളുള്ള അത്ര ദിവസം. എത്ര ദിവസമുള്ളത്? 7 ഉള്ളൂ ദിവസം. 8ാമത് പിന്നെ ആവർത്തിക്കുക അല്ലേ? ദിവസം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. അപ്പൊ ദിവസങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ മതി. സപ്താഹം എന്ന് പറയുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. സപ്താഹം കഴിഞ്ഞാൽ പിന്നെ അല്ലെ, സപ്താഹം 7 ദിവസം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ദിവസങ്ങളിൽ ദിവസവും സപ്താഹം എന്ന് വേണേൽ പറയാം. കാരണം എന്താണ്? 8ാം ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ആവർത്തിക്കുകയാണ്. തിങ്കൾ അല്ലെ, തിങ്കൾ ആവർത്തിക്കുക. ഞായർ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിങ്കൾ ആവർത്തിക്കുക. അപ്പൊ ദിവസം എന്ന് പറഞ്ഞാൽ 7 ഉള്ളൂ. അപ്പം ദിവസങ്ങളോളം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ അല്ലേ. വീക്ഷ്യമാണോ ദശാവദ്രിം സപ്താഹം നാചലത്പദാൽ, 7 ദിവസം ഇളകാതെ അവിടെ നിന്നു. അങ്ങനെ ആ ഭഗവാന്റെ യോഗ വൈഭവം കണ്ടതായിട്ടുള്ള ഇന്ദ്രൻ വല്ലാതെ അതിശയിച്ചു. കൃഷ്ണയോഗാനുഭാവം തം നിശമ്യേന്ദ്രോതി വിസ്മിത, അവലാണ്ട് അത്ഭുതപ്പെട്ടു. നിസ്തംഭോ ഭ്രഷ്ട സങ്കല്പസ്വാൻ മേഘാം സംയവാരയൽ. അവിടെ ഗർവെല്ലാം അവിടുന്ന് വിട്ടു. അഹങ്കാരം മുഴുവൻ നശിച്ചു. അവിടെ തന്റെ ഉദ്ദേശം വിഫലമായി എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വല്ലാത്ത പരിഭ്രാന്തനായിക്കൊണ്ട് ആ മേഘങ്ങളോടൊക്കെ ആയിട്ട് തിരിച്ച് അവരോട് പറഞ്ഞു, ആ വർഷപാതമൊക്കെ തുടരിൽ നിന്നൊക്കെ എല്ലാം തിരിച്ചെടുത്തോളുക, അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചു. ഖം വ്യഭ്രമുദിതാദിത്യം വാതവർഷം ച ദാരുണം നിശാമ്യോപരതം ഗോപാൻ ഗോവർദ്ധനധരോ ബ്രവീൽ. ആകാശത്ത് നിന്ന് മേഘങ്ങൾ മാറി. അത് ഇപ്പം കാർമേഘവർണ്ണനായിരുന്നു ഇത്രയും നേരവും ആ ഭൂമി സംരക്ഷിച്ചത്, അല്ല ഭരിച്ചിരുന്നത് എങ്കിൽ നമ്മളുടെ ദൃഗീശ്വരനായിട്ടുള്ള ആ സൂര്യൻ അവിടെ ഉദിച്ചു. സൂര്യപ്രകാശം കൊണ്ട് ആ കാർമേഘങ്ങളൊക്കെ അവിടുന്ന് ഇല്ലാണ്ടായി. അതികഠിനമായിട്ടുള്ള ആ കാറ്റും മഴയും ഒക്കെ അവിടുന്ന് നിന്നു. ഇങ്ങനെയെല്ലാം കണ്ട ആ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം ധരിച്ചുകൊണ്ട് ഗോപന്മാരോടായിട്ട് പറഞ്ഞു, ഹേ ഗോപന്മാരെ, നിര്യാതത്യജതത്രാസം ഗോപ സസ്ത്രീധനാർഭകാഹ ഉപാരതം വാതവർഷം രുദ്രപ്രായാശ്ച നിമ്നഗാഹ തതസ്തേ നിര്യയുർഗോപാ സ്വം സ്വമാദായ ഗോധനം ശകടോഢോപകരണം ശ്രീബാലസ്ഥവിരാശനൈഃ ഭഗവാനപി തം ശൈലം സ്വസ്ഥാനേ പൂർവവൽ പ്രഭു പശ്യതാം സർവഭൂതാനാം അപയാമാസലീലയാ. ഗോപന്മാരോടായിട്ട് പറഞ്ഞു. എന്താണ് ഭഗവാൻ പറഞ്ഞത് അവിടെ? ഹേ ഗോപന്മാരെ, നിങ്ങള് ആ സ്ത്രീകളോടും ഗോക്കളോടും അതുപോലെ കുട്ടികളോടും കൂടി പേടി കൂടാതെ എല്ലാവരും, ഈ ഗിരിഗർത്തത്തിന്റെ താഴെ നിൽക്കുന്ന എല്ലാവരും നേരതാ പുറത്തേക്ക് വരൂ, പുറത്തേക്ക് കടന്നു നിന്നോളൂ. കാറ്റും മഴയും ഒക്കെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെ ഗർവ് തീർന്നു. നദികളിലെ വെള്ളം ഒക്കെ ഏതാണ്ട് ഒക്കെ ഇപ്പം ശാന്തമായി. അതെല്ലാം കുറഞ്ഞു ഇപ്പോ വാർന്ന് മട്ടായി ഇപ്പോ. അപ്പൊ അങ്ങനെയുള്ള ആ ഗോപന്മാര് അവരവരുടെ ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും വണ്ടികളും ഒക്കെ വണ്ടികളിലേക്ക് അവരുടെ സാധനങ്ങളൊക്കെ അവർ കയറ്റി ആ ഗോക്കളെ, പശുക്കളെയൊക്കെ ആ ഗിരിഗർത്തത്തിന്റെ താഴത്ത് നിന്ന് മാറ്റി എല്ലാവരും പുറത്തേക്ക്, പർവ്വതത്തിന് പുറത്തേക്ക് ഇങ്ങോട്ട് മാറി ഇങ്ങനെ പുറത്തേക്ക് വന്നു. എല്ലാവരും അതിനടിയിൽ നിന്ന് പോയി എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കിയതോടുകൂടി ആ മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ സർവ ജീവജാലങ്ങളുടെയും ആ ഗോചരമായിക്കൊണ്ട് അല്ലെ, അവരൊക്കെ നോക്കി നിൽക്കെ തന്നെ ആ പർവ്വതത്തെ ഒരു ലീലാവിനോദം എന്നുള്ള രീതിയിൽ ഇടത്തെ കൈ കൊണ്ട് ഈ ഒരു വിരലിലാണ് നിർത്തിയിരിക്കുന്ന ഭഗവാൻ. അത് അതേപോലെ താത്തി ആ യഥാസ്ഥാനത്ത് അവിടെ ഇറക്കി വെച്ചു. തം പ്രേമവേഗാ നിഭൃതാ വ്രജൗകസോ യഥാ സമീയോ പരിരംഭണാദിഭി ഗോപ്യശ്ച സസ്നേഹം അപൂജയൻ മുദാ
സ്വദാശിഷ. ഇത് ഓരോന്നും കാണുമ്പോൾ ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോരോ അത്ഭുത ലീലകൾ അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒക്കെ എന്തായി? മായാ മാണവകോഹരി. ഓരോ സമയത്തും കൃഷ്ണൻ അങ്ങനെ ചെയ്താലും കൃഷ്ണൻ എന്തായി? വീണ്ടും സുധാമാവേ, ദോശല എന്നും വിളിച്ചുകൊണ്ട് ആ തോളത്ത് കൈയിട്ട് വരുമ്പോഴേക്കും എല്ലാം മറന്നു പോവുകയാണ്. ഓരോ തവണയും അത്ഭുതപ്പെടും ഭഗവാന്റെ ഈശ്വരത്വം കാണുമ്പോഴും. കണ്ടപ്പോഴും ഗോപന്മാരെ എന്ത് ചെയ്തു? ചെന്ന് ആ മയിൽപീലി ധരിച്ചതായിട്ടുള്ള ആ വെണ്ണക്കണ്ണന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് കെട്ടി അങ്ങോട്ട് പിടിച്ചു. തം പ്രേമവേഗാനുഭൃതാ പ്രജൗകസോ. ആ ഗോപന്മാരെല്ലാവരും അങ്ങോട്ട് ചെന്ന് കെട്ടി അങ്ങോട്ട് യഥാസമീയുപരംഭണാദിഭി. അവര് പരംഭണം ആലിംഗനങ്ങളോടുകൂടി ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് കെട്ടി അങ്ങ് പിടിച്ചു. കാരണം വലിയൊരു ആപത്തിൽ നിന്നാണ്, ഒരു പ്രളയത്തിൽ നിന്നാണ് ഭഗവാൻ അവിടുന്ന് രക്ഷിച്ചത്. അതുപോലെയോ ഗോപ്യശ്ച സസ്നേഹം അപൂജയൻ മുദാ. നോക്കൂ, ഇവിടെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു അല്ലെ ഗോപികമാരെ എങ്ങനെയാണ് ഭഗവാനെ കണ്ടതെന്നുള്ളത്. അവിടെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല രീതിയിലുള്ള അല്ലെ നിയന്ത്രണങ്ങളുണ്ട്. അവര് ഗോപ്യശ്ച സസ്നേഹം അപൂജയന്മുത. അവിടെ ഇരുന്നുകൊണ്ട് അവർ പൂജിച്ചു എന്ന് പറയാണ്. എങ്ങനെ പൂജിച്ചു? സദാശിഷാം. അവര് അക്ഷതങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ജലങ്ങളെ കൊണ്ടും ഒക്കെ ആ ഭഗവാനെ അവിടെ ഇരുന്നു കൊണ്ട് ആശീർവദിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് അവർ പൂജിച്ചു എന്ന് അവർ പറയുന്നു. അപ്പം നല്ല ആശിസുകള് അവര് ഭിര്യജു സദ് ആശിഷ. ആശിഷ എന്ന് പറഞ്ഞാൽ ആശീർവദിക്കുക. ആശിഷുകളൊക്കെ ആശീർവാദങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാണ്. യശോദാരോഹിണി നന്ദോ രാമശ്ച ബലിനാംബര കൃഷ്ണമാലിംഗൈജൂരാശിഷ സ്നേഹകാതര. അച്ഛനമ്മമാര് അല്ലെ ആ പ്രേമാധിക്യത്തിന്റെ പൂർണ്ണരായിട്ടുള്ള വ്രജവാസികള് കൃഷ്ണനെ ആലിംഗനം ചെയ്യുകയാണെങ്കിൽ ഇതാ നന്ദഗോപര്, അതുപോലെ യശോദാരോഹിണിമാര്, ബലശാലിയായിട്ടുള്ള രാമേട്ടൻ, എല്ലാവരും കൂടി അതീവ വാത്സല്യത്തോടുകൂടി ആ കൃഷ്ണനെ ഓരോരുത്തരായി വന്ന് കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചോടെ. പിന്നെയോ ദിവിദേവഗണാ സദ്യാസിദ്ധ ഗന്ധർവചാരണാതുഷ്ടോർമുജുസ്തുഷ്ടാഹ പുഷ്പവർഷാണി പാർത്ഥിവ. ഗന്ധർവന്മാര്, ചാരണന്മാര് മുതലായവരൊക്കെ അവരിതാ അവരുടെ സന്തോഷാധിക്യം കൊണ്ട് ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടികളെയൊക്കെ ചെയ്തു. ശംഖദുന്ദുഭയോ നേതുർ ദിവി ദേവപ്രണോദിതാഹ ജഗുർ ഗന്ധർവപതയസ്തുംബുരു പ്രമുഖാ നൃപാ. അല്ലെ, ഇവിടെ തുമ്പുരു തുടങ്ങിയതായിട്ടുള്ള ഗന്ധർവൻ ശ്രേഷ്ഠന്മാരൊക്കെ ഗാനം ചെയ്തു. അവരൊക്കെ പാട്ടുപാടി. സ്ത്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? ഭഗവാൻ തന്നെ നേരെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, എല്ലാവരുടെയും സ്നേഹ വാത്സല്യത്തോടുകൂടി അവിടുന്ന് പറയുകയാണ്. ഈ തുമ്പുരുവിന്റെ കൂടെ നാരദ മഹർഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാരദ മഹർഷി ഇല്ലാത്ത സ്ഥലമില്ല അല്ലെ. തുമ്പുരുവിന്റെ കൂടെ എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന ഗന്ധർവനാണ് തുമ്പുരു. അപ്പൊ ആ നാരദ മഹർഷിയും ഒക്കെ ആ ഗന്ധർവ ശ്രേഷ്ഠന്മാരുടെ കൂടെ പുഷ്പവൃഷ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്യധികം സ്നേഹിക്കുന്നതായിട്ടുള്ള ഗോപന്മാര്, ഗോപികമാര്, അതുപോലെ രാമേട്ടൻ, എല്ലാവരുടെയും കൂടെ ഭഗവാൻ ഗോകുലത്തിലേക്ക് തന്നെ തിരിച്ച് യാത്രയായി എന്ന് പറയുന്നു. പിന്നീട് ഗോപികമാരൊക്കെ സന്തോഷാധിക്യത്തില് അവരുടെ ആ ഹൃദയത്തെ കീഴടക്കിയതായിട്ടുള്ള ആ ഭഗവാന്റെ അത്തരം അല്ലെ അപദാനങ്ങൾ പാടിക്കൊണ്ട് അതാണ് തഥാവിധാന്യസ്യ കൃതാനി ഗോപിക ഗായന്ത്യ ഈയുർമുദിതാ ഹൃദി സ്പൃശ. അവരുടെ ആ ഹൃദയ പത്മത്തിലെ സ്ഥാനം പിടിച്ചതായിട്ടുള്ള കണ്ണന്റെ ലീലകള്, കണ്ണന്റെ പ്രവർത്തികളൊക്കെ പാടിക്കൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് അതാണ് ഈയൊർ മുദിതാ ഹൃദയസ്പൃശ. അങ്ങനെ ഹൃദയസ്പൃക്കായിക്കൊണ്ട് ഭഗവാനെ ആ പ്രശംസിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് എല്ലാവരും കൂടി ആ ഗോകുലത്തിലേക്ക് യാത്രയായി എന്ന് പറയുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണിത് അല്ലെ. ഭഗവാന്റെ ആ 7 വയസ്സ് പ്രായത്തില് ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് എല്ലാവരെയും രക്ഷിച്ചതായിട്ടുള്ള കഥ. ഇതിലൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് കൂടുതൽ താത്വികമായിട്ടുള്ള ഒരു വശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ലൗകിക ഭാഷയിലോ അല്ലെങ്കിൽ ഈ ഒരു ചെറുവരിലെ ഒരു
പർവ്വതത്തെ മുഴുവൻ ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ അങ്ങോട്ട് ചെറുതാക്കുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എന്താണ് വേണ്ടത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിക്കോട്ടെ, ഗിരിവർഗക്കാരായിക്കോട്ടെ, അല്ലെ, ചണ്ടാളന്മാരായിക്കോട്ടെ, ശുഭജന്മാരായിക്കോട്ടെ, എല്ലാവരെയും സമദർശനത്തോടുകൂടി, മൃഗങ്ങളായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, എല്ലാവരെയും ഒരേ മനോഭാവത്തോടുകൂടി ഭഗവാൻ തന്റെ കൈകളെ കൊണ്ട്, തന്റെ ആശ്രയ സ്ഥാനത്തെ കൊണ്ട് എല്ലാവരെയും ഉയർത്തിന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനൊന്നും വേണ്ടിയിരുന്നില്ല. ഭഗവാൻ എന്തായി? ഈ ഒരു ചെറുവിരലിന്റെ ആവശ്യമേ ഉള്ളൂ. അത് എന്തേ ഈ ചെറുവിരലിന്റെ ആവശ്യമുള്ളൂ എന്ന് പറയാൻ കാരണം, അത് വേറെ, അത് ഭഗവാൻ എന്നുള്ളതല്ല, അത് എല്ലാവർക്കും സാധിക്കും. അത് ഇല്ലേ? ഇന്ന് ഈ ഭാരതത്തെ മുഴുവൻ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളുടേതായിട്ടുള്ള പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹൂവർ മേ ബി ആരായിക്കോട്ടെ, സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ഇവരൊക്കെ എങ്ങനെയാണ്? ഇവരൊക്കെ അവരുടേതായിട്ടുള്ള സ്വന്തം ആശയത്തിന്റെ പുറത്തുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായിക്കൊണ്ട്, ശ്രീനാരായണ സ്വാമി, നാരായണ ഗുരുസ്വാമി, ഇവരൊക്കെ ഈ സംഘത്തെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായതുപോലെ ഭഗവാനും ആ ഗിരിവർഗക്കാരായിട്ടുള്ള ആ വ്രജത്തിലെ വാസികളെ അവരുടെ അവസ്ഥകളിൽ നിന്നുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് നമുക്ക് ഈ ഗോവർദ്ധനോദ്ധാരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് അവിടെ ഭഗവാൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തി. എന്തായാലും ഈ സന്ദർഭത്തില് നാരദ മഹർഷിയുടെ ഒരു സാന്നിധ്യവും അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പ്രകരണത്തോടു കൂടിയാണ് അധ്യായം അവിടെ പൂർത്തിയായത്. പിന്നീട് ഈ ഒരു അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോപന്മാർക്ക് സംശയമായി. അത് നന്ദഗോപരോട് ചെന്ന് ചോദിക്കുന്ന രംഗങ്ങളൊക്കെയാണ് അടുത്ത അധ്യായം. അത് നമുക്ക് പാരായണം ചെയ്ത് ഇനി അടുത്ത ദിവസം അത് ആസ്വദിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.